നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ മുൻപ് നമ്മുടെ പേജിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളുടെ നാട്ടിൽ പ്രത്യേകതയുള്ള മനുഷ്യരുണ്ടെങ്കിൽ, നാടറിയേണ്ട വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക എന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതേ തുടർന്ന് പേരൂരുള്ള ജയചന്ദ്രൻ എന്നൊരു ചേട്ടൻ നമ്മളെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം കഴിഞ്ഞ 15 വർഷമായിട്ട് കിടപ്പ് രോഗിയാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ ഭാഗമായി പനയിൽ കയറിയപ്പോൾ അവിടെ നിന്ന് വീണ് അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡിന് തകരാറ് സംഭവിച്ച് അദ്ദേഹം അങ്ങനെ കിടപ്പ് രോഗിയാവുകയായിരുന്നു. പിന്നീട് 2 വർഷത്തെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ശേഷം അദ്ദേഹം വീൽ ചെയറിൽ ഇരിക്കാനൊക്കെ തുടങ്ങി. അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഒരു ചെറിയൊരു വരുമാന മാർഗം കണ്ടെത്തിയതാണ്. പേപ്പർ വിത്ത് പെന്ന്, പേപ്പർ കുടങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി അദ്ദേഹം വിൽക്കുന്നൊരു തൊഴിൽ കണ്ടെത്തി. എന്തായാലും അദ്ദേഹത്തിന് നമ്മോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ജയരാജ് എന്നാണ്. ഞാൻ കോട്ടയം ജില്ല പേരൂരാണ് താമസം. ഞാൻ 15 വർഷങ്ങൾക്ക് മുമ്പ് പനയോല വെട്ടാൻ കയറുന്നതിനിടയ്ക്ക് പനയിൽ നിന്ന് വീണ് സ്പൈനൽ ഇഞ്ചുറി ആയിട്ട് കിടപ്പിലായതാണ്. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ മാറ്റം വന്ന് 2 വർഷം കഴിഞ്ഞ് എഴുന്നേറ്റ് ഇരിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ ഞാൻ 3-4 വർഷമായിട്ട് പേപ്പർ വിത്ത് പേനയും പേപ്പർ കുടുക്കുകളൊക്കെ ഉണ്ടാക്കും. ഇതെൻ്റെ ഭാര്യ സതി ആണ്. ഭാര്യയുടെ സഹായം കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മലമൂത്ര വിസർജനം അറിയാൻ പറ്റാത്തതുകൊണ്ട് ഭാര്യയ്ക്ക് ഒരു പണിക്കും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നമ്മൾ ബുദ്ധിമുട്ടിലാണ്. പേപ്പർ പേന വാങ്ങി ഉണ്ടാക്കി വിൽക്കാനുള്ള സാമ്പത്തികം പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇത് നമ്മൾ ഇന്ന് വരുത്തണമെങ്കിൽ തന്നെ 10,000 രൂപയുടെ ആവശ്യം വരുന്നുണ്ട്. പിന്നെ കുടുംബത്തിൽ വേറെ വരുമാന മാർഗം ഒന്നുമില്ല. മകൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഈ വീഡിയോ കാണുന്നവർ ഞങ്ങളെ സാമ്പത്തികമായിട്ടും പേന വാങ്ങി സഹായിക്കുമെന്നും പ്രതീക്ഷയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ട് സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ജയരാജ്. എൻ്റെ ഭർത്താവ് സുഖമില്ലാതായിട്ട് 15 വർഷമായി. ഈ വീഡിയോ കാണുന്നവരെ ചിലപ്പോൾ കരുതും എനിക്കെന്തെങ്കിലും ജോലിക്ക് പോകാൻ പറ്റത്തില്ല എന്തായാലും എന്ന് ചോദിക്കും. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റും, അതിനുള്ള ആരോഗ്യമുണ്ട്. പക്ഷേ ഭർത്താവിന് മലമൂത്രം പോകണം അറിയാൻ പറ്റാത്തതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ആളെ രാവിലെ ഇറക്കി ഇരുത്തി കഴിഞ്ഞാൽ 3 മണിയൊക്കെ ആകുമ്പോൾ കുളിപ്പിച്ച് കയറ്റി കിടത്തണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ വയറ്റിൽ നിന്ന് പോയി ചിലപ്പോൾ കിടക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകാത്തത്. നാട്ടുകാർ പറയും അവിടെ വൃത്തിയില്ലാതൊക്കെ ഇട്ടിരിക്കുമെന്ന് പറയും. ഞങ്ങളുടെ വീട് പഴയ വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. മഴ പെയ്താൽ വെള്ളമെല്ലാം അകത്ത് വീഴുമായിരുന്നു. അത് നമ്മുടെ PMI പദ്ധതി പ്രകാരം 4 ലക്ഷം രൂപ അനുവദിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളത് ചെയ്തു വരുവാണ്. അപ്പോൾ അതിൻ്റെ ഗഡുക്കളൊക്കെ നമുക്ക് മുടങ്ങി കിടക്കുവാണ്. അപ്പം നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് മുടക്കുക ചെയ്തെങ്കിൽ മാത്രം നമുക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് ഞാനൊന്ന് കാണിക്കാം.
അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അവസ്ഥ പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിലൂടെ അദ്ദേഹത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സഹായിക്കാൻ സന്മനസ്സുള്ളവർക്കും അദ്ദേഹത്തെ സഹായിക്കാവുന്നതാണ്. അതിനായി അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും ഞങ്ങൾ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നതാണ്. ടീം ജാഗ്രത.